നമസ്കാരം. ഗുജറാത്തിലെയും തമിഴ്നാട്ടിലെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതോടുകൂടി ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും അരക്കോടിയിലധികം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. തമിഴ്നാട്ടിൽ നിന്നും 97.73 ലക്ഷം പേരുകളും ഗുജറാത്തിൽ നിന്ന് 73.7 ലക്ഷം പേരുകളുമാണ് നീക്കം ചെയ്തത്. കരട് പട്ടികയിൽ 5.43 കോടി വോട്ടർമാരാണ് തമിഴ്നാട്ടിലുള്ളത്. നേരത്തെ 6.14 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. നീക്കം ചെയ്തതിൽ നിന്ന് 26.94 ലക്ഷം പേർ മരിച്ചവരാണ് എന്നാണ് തമിഴ്നാട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അർച്ചന പട്നായിക് അറിയിച്ചിരിക്കുന്നത്. 3.4 ലക്ഷം പേരുകൾ ഇരട്ട വോട്ടുള്ളവരും 66.44 ലക്ഷം പേർ കണ്ടെത്താനാകാത്തവരുമാണ് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്. അതേസമയം പുതിയ പട്ടികയിൽ 4.34 കോടി വോട്ടർമാരാണ് ഗുജറാത്തിലുള്ളത്. SIR നടപടി തുടങ്ങുന്ന ഒക്ടോബർ 27 മുമ്പുള്ള പട്ടികയിൽ 5 കോടി വോട്ടർമാർ ഉണ്ടായിരുന്നു എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഹരീഷ് ശുക്ല പറഞ്ഞത്. നീക്കം ചെയ്ത 73,73,327 വോട്ടർമാരിൽ 18,07,278 വോട്ടർമാർ മരിച്ചവരും 40,25,553 വോട്ടർമാർ സ്ഥിരമായി താമസം മാറിയവരും 9,69,662 വോട്ടർമാർ കണ്ടെത്താനാകാത്തവരും 3,81,470 ഇരട്ട വോട്ടുകളും 1,89,364 പേർ മറ്റ് കാരണങ്ങളാലും പുറത്തായി എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നത്. ഗുജറാത്തിൽ പേരുകൾ ഒഴിവാക്കപ്പെട്ട വോട്ടർമാർക്ക് അടുത്ത വർഷം ജനുവരി 18 വരെ അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കാവുന്നതാണ് എന്നാണ് അറിയിക്കുന്നത്. ഫെബ്രുവരി 10 വരെ എല്ലാ വാദങ്ങളും എതിർപ്പുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുകയും ചെയ്യും. ആശങ്കയുള്ള വോട്ടർമാരെ കേൾക്കും. ഫെബ്രുവരി 17 അന്തിമ SIR പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും ഗുജറാത്തിലെയും തമിഴ്നാട്ടിലെയും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതോടുകൂടി നിരവധി പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ അതൃപ്തിയുമായി രംഗത്ത് എത്തുന്നുമുണ്ട്. എന്തായാലും ഈ പുറത്തായ വോട്ടർമാർക്ക് തങ്ങളുടെ വോട്ടവകാശം തിരിച്ചുപിടിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. അതിനുള്ള സമയപരിധിയും ഫെബ്രുവരി വരെ നിലനിൽക്കുന്നുണ്ട്.